ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും വേൾഡ് ഓഫ് എഡ്യൂക്കേഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി ക്ലാസ് ആണ്. അപ്പം ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ മീൻസ് അക്കൗണ്ടൻസിയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഒരു കുറച്ച് ബേസിക് ടേംസ്, അക്കൗണ്ടിങ്ങിലായാലും ബിസിനസ്സിലായാലും നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കുറച്ച് ബേസിക് ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ബേസിക് ടേംസും കാര്യങ്ങളും മാത്രമാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ 2 ടൈപ്പ് സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് പറയുന്നത് അക്കൗണ്ടൻസി എന്ന് കേൾക്കുമ്പോ തന്നെ എന്താ പറയാ, ഒരു ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു തീരെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു വിഭാഗം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി എന്ന് കേൾക്കുമ്പോ തന്നെ ചാടി കുതിച്ച് എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി അതിനെ സമീപിക്കുന്ന കൂട്ടുകാര്. അപ്പം ഇവര് രണ്ടുപേരും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരിക്കും? ഒരു കൂട്ടർക്ക് ഭയങ്കരമായിട്ട് അക്കൗണ്ടൻസി സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാനും മറ്റു ചിലർക്ക് ഇഷ്ടമില്ലാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞ ടൈപ്പ്, അതിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കുട്ടികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരെങ്ങനെയായിരിക്കും അക്കൗണ്ടൻസി അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബൈ ഹാർട്ട് സിസ്റ്റത്തിലൂടെയായിരിക്കും അല്ലെ. അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ അതേപോലെ ജേർണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പ്രോബ്ലം കിട്ടി അതങ്ങ് അപ്ലൈ ചെയ്യുന്ന കൂട്ടുകാരായിരിക്കും ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എങ്ങനെയായിരിക്കും? അവര് ഈ ഒരു എന്താ പറയാ അക്കൗണ്ടൻസി സബ്ജക്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ടും നമ്മുടെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ബൈ ഹാർട്ട് അല്ലാതെ അവരുടെ ലോജിക് അനുസരിച്ച് അതിലുള്ള കുഞ്ഞു കുഞ്ഞു ടെക്നിക്ക് മനസ്സിലാക്കി പഠിക്കുന്നവരായിരിക്കും സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അത്തരം കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും നമ്മളുടെ എക്സാം ഹാളിൽ എത്തിയാലും അവർക്ക് സ്വന്തമായിട്ട് ഓരോരോ ഡെഫിനിഷൻസും മീനിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് ബൈ ഹാർട്ട് ചെയ്യാതെ എക്സാം ഹോളിൽ നിന്ന് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികളായിരിക്കും. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെ, അതിനോട് എന്താ പറയാ ബൈ ഹാർട്ട് സിസ്റ്റം ഫോളോ ചെയ്യാതെ മനസ്സിലാക്കി അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും അക്കൗണ്ടൻസിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ അക്കൗണ്ടൻസിയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന മറ്റുള്ള തിയറി പേപ്പേഴ്സിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം എന്ത് തന്നെയായിരിക്കും? ഈ ഒരു അക്കൗണ്ടൻസി സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ എങ്ങനെ പഠിക്കണം? അത് അതിന്റെ ടെക്നിക്സ് അതിന്റെ ലോജിക് ഒക്കെ മനസ്സിലാക്കി അതിനെ ഇഷ്ടത്തോടു കൂടി സമീപിച്ച് പഠിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് ഏതായിരിക്കും? അക്കൗണ്ടൻസി ആയിരിക്കും. അപ്പൊ ഞാനിന്ന് സാധാരണ നമ്മളൊരു അക്കൗണ്ടൻസി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേരം മിക്കവാറും എല്ലാന്നും പറയുന്നില്ല, മിക്ക ടീച്ചേഴ്സും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ഡെഫിനിഷൻ, അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈങ് സമറൈസിങ് അനലൈസിംഗ് എന്ന് പറഞ്ഞ് ഒരു ഡെഫിനിഷൻ അങ്ങ് പഠിച്ചു പോവുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡെഫിനിഷനിലേക്കൊന്നും കടക്കുന്നില്ല. ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കണം. കാരണം ഒരു എന്താ പറയുക എക്സാമിന് 2 അല്ലെങ്കിൽ 1 മാർക്കിനോ എന്തുണ്ടാവും, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ അല്ലെ, ഡിഫൈൻ അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും പഠിക്കണം. പക്ഷെ ഫസ്റ്റിലത്തെ ദിവസം തന്നെ ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കൊരു ചെറിയ കഥയിലൂടെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്റെ കാര്യം തന്നെ വിഷയം പറയാണ്. എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ ഒരു 5 lakh rupees എന്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ബിസിനസ് മൈൻഡും കാര്യമുള്ള കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചിങ് ആണ് എന്റെ മെയിൻ പ്രൊഫഷൻ, അല്ലെങ്കിൽ ടീച്ചിങ് ആണ് എനിക്ക് മെയിൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിന്റെ സൈഡായിട്ട് എനിക്കൊരു ബിസിനസ് കൂടെ കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടെ എന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇരുന്ന് ആലോചിക്കുകയാണ് എന്ത് ബിസിനസ്സായി 5 lakhs rupees കൊണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊരു എന്താ പറയാ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് തുടങ്ങാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എന്റെ വീട് എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പൊ അവിടെ എന്താണ് അധികമായിട്ട് ടെക്സ്റ്റൈൽസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അവിടുത്തെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ വലിയ പോത്തീസ് അതുപോലത്തെ കല്യാണം അങ്ങനത്തെ ടെക്സ്റ്റൈൽസ് ഒന്നും തന്നെ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു കുഞ്ഞു ടെക്സ്റ്റൈൽസ് ആണ്. പക്ഷെ ആ കുഞ്ഞു ടെക്സ്റ്റൈൽസ് തുടങ്ങണമെങ്കിലും 5 ലക്ഷം രൂപ കൊണ്ട് എന്തായാലും നമുക്ക് ആ കുഞ്ഞു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ വേണ്ടി സാധിക്കില്ല. ഒരു മിനിമം ഒരു 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പൊ 5 ലക്ഷം രൂപയല്ലേ എന്റെ കയ്യിലുള്ളൂ. ബാക്കി ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? കുറച്ച് ക്യാഷ് എന്ത് ചെയ്യും? എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ എന്റെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്നും ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും ഒക്കെ ആയിട്ട് എന്റെ 5 ലക്ഷം രൂപ കൂടെ ഞാൻ സ്വരൂപിച്ചു.
പിന്നെ വേണം എത്ര ലക്ഷം കൂടെ വേണം, 5 ലക്ഷം രൂപയുടെ പിന്നെ വേണം. അത് ഞാൻ ബാങ്കിന്റെ അടുത്ത് നിന്ന് എന്റെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാങ്ക് ലോണായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഓക്കെ, 15 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് 15 ലക്ഷം രൂപ ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്. ദെൻ അപ്പം ഈ 15 ലക്ഷം രൂപയാണ് ഞാൻ ഫസ്റ്റ്ലി എന്ത് ചെയ്യുന്നത്, എന്റെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാഷ് എത്രയാണ്, 15 ലക്ഷം രൂപയാണ്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന നേരം അതിൽ 15 ലക്ഷം രൂപയുടെ എമൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്ഥാപനത്തിലേക്ക് ഞാൻ എന്താണ് ബില്ലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്റെ കമ്പ്യൂട്ടർ അതും ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ എല്ലാം കൂടെ എത്രയായിട്ടൊരു വെർത്ത് എത്ര റുപ്പീസാണ് ഞാൻ കൊണ്ടുപോകുന്നത്, 15 ലക്ഷം. അപ്പം ഈ 15 ലക്ഷത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? CAPITAL, ക്യാപിറ്റൽ. അപ്പൊ എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് മുതൽ മുടക്ക് അല്ലെ? മുതൽ മുടക്കല്ലേ അത്? ആദ്യം തന്നെ എന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ അല്ലെങ്കിൽ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. അപ്പം ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഒരു എന്താ പറയാ ഏതൊരു കാര്യവും ചെയ്തു തുടങ്ങുന്ന നേരം ആദ്യം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ മെയിൻ ആയിട്ടും അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ടാക്സ് അതോറിറ്റിയിൽ നമ്മൾ എന്ത് കാണിക്കണം, നമ്മളെ കൃത്യമായിട്ടുള്ള വരുമാനം കണക്കും ചെലവും ഒക്കെ കാണിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ടിങ് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ പല പല പെർപ്പസ് അത് നമുക്ക് വഴിയേ പഠിക്കാം. അപ്പം നമ്മളൊരു അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരിക്കും, നമ്മൾ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ മൊത്തം കാര്യങ്ങൾ എഴുതി തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യാണ്, 15 lakhs റുപ്പീസ് ആണ് ഞാൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 15 lakhs നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുതൽ മുടക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. മനസ്സിലായോ? അപ്പൊ ആദ്യത്തത് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നു. ഇനി നമുക്ക് ക്യാപിറ്റൽ കൊണ്ട് മാത്രം ബിസിനസ് ആയോ? ഇല്ല അല്ലെ? ഇനി എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. അപ്പം ജസ്റ്റ് എന്റെ ബിസിനസ്സിന് ഒരു പേരിടാം. എന്താ പേരിടുക? എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബിസിനസ് ഞാൻ പൈസ കിട്ടി, ക്യാപിറ്റൽ കിട്ടി, ഞാൻ എന്താണെന്നുള്ളത് തീരുമാനിച്ചു, ടെക്സ്റ്റൈൽസ് ആണ്. ഇനി എനിക്കിത് എവിടെയാണ്, ടൗണിലാണ് എന്ന് പറഞ്ഞു അല്ലെ, എന്റെ നാട്ടിൻപുറത്താണ്, എന്റെ ഒരു കൊച്ചു ടൗണിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്നിക്കൽ നമ്മളുടെ ഈ ടെക്സ്റ്റൈൽസ് എനിക്ക് ഒരു ഓൾറെഡി ഉള്ള ഒരു ബിൽഡിങ്ങിൽ റെന്റിന് എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എന്റെ സ്ഥാപനം അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഓണർക്ക് മാസാമാസം റെന്റ് കൊടുത്ത്, റെന്റ് മീൻസ് വാടക, അത് ഓർത്ത് വെക്കണം, റെന്റ് വാടക. അപ്പം റെന്റിന് എനിക്ക് എന്ത് ചെയ്യാം, ഒരു ബിൽഡിംഗ് എടുത്തിട്ട് അവിടെ എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ എനിക്ക് സ്ഥലമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ലാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്യാം. എന്നിട്ട് അവിടെ എനിക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് വേണം, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു എന്താ പറയാ, ഓൾറെഡി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന് മാസം റെന്റ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, അവിടെയാണ് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആദ്യം ക്യാപിറ്റൽ വേണം, അതേപോലെ തന്നെ എന്ത് വേണം, ലാൻഡ് ഓർ ബിൽഡിംഗ് അല്ലെ, ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് വേണം. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് ക്യാപിറ്റൽ, രണ്ടാമത്തെ ലാൻഡ് ഓർ ബിൽഡിംഗ്. ഓക്കെ, ദെൻ എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി. അപ്പം എന്താണ്, എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് അസറ്റ് ലയബിലിറ്റി. ആരും കേൾക്കാത്തതായിട്ടുണ്ടാവില്ല. ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാതെ തന്നെ നമ്മൾ പറയും അവന്റെ അസറ്റ് ആണ് അല്ലെങ്കിൽ അതെന്റെ ഒരു അസറ്റ് ആണ് എന്നൊക്കെ പറയില്ലേ. എന്താ അസറ്റ് എന്ന് പറഞ്ഞാല്? അസറ്റ് മീൻസ് ആസ്തി. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാല്? അസറ്റ് മീൻസ് ആസ്തി. അപ്പൊ എന്തായിരിക്കും, ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അസറ്റിന് കുറച്ച് എക്സാമ്പിൾ ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. മെഷീനറി മീൻസ് ടെക്സ്റ്റൈൽസിലൊക്കെ അങ്ങനെ വലുതായിട്ട് മെഷീനറി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്ന, പിന്നെ പഠിക്കാനുണ്ടാവും, പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന കൺസേൺസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, മെഷീനറി ഉണ്ടാവും. അപ്പൊ മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഒരു അസറ്റാണ് മെഷീനറി. പിന്നെ നമ്മളുടെ സ്ഥാപനത്തിലുള്ള ഓഫീസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഫേർണിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ, ചെയർ, അങ്ങനത്തെ ഫേർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളുടെ അസറ്റ് ആണ്. ഇനി ഒരു AC പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ അസറ്റ് ആണ്.
കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അസറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിലെ സ്റ്റോക്ക്, ഞാൻ പറഞ്ഞു ഞാൻ ടെക്സ്റ്റൈൽസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് അവിടെ എന്താ ഉണ്ടാവുക, ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാവുക അല്ലെ. അപ്പൊ എന്റെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്റെ ബിസിനസിന്റെ അസറ്റ് ആണ്. അപ്പൊ എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാല് ആസ്തി അല്ലെ. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, എല്ലാത്തിനും എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട് അല്ലെ. നമുക്കിപ്പം എന്റെ ബിസിനസ് ഒഴിവാക്കി പോകുന്നേരം എനിക്ക് ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുത്താൽ തന്നെ വിറ്റാൽ തന്നെ എനിക്ക് അതിന് എന്ത് കിട്ടും, ഫ്യൂച്ചറിൽ ഒരു വാല്യൂ ഉണ്ട്, മണി അല്ലെങ്കിൽ എമൗണ്ട് കിട്ടും അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. ക്യാഷും നമ്മൾ അസറ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പം അസറ്റിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാലും ഒരിക്കലും മറന്നു പോകരുത്, ക്യാഷ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, അതേപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, പിന്നെ എന്താ പറഞ്ഞത്, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് അസറ്റ് ആണ്, ഫർണിച്ചർ ഉണ്ടെങ്കിൽ അത് അസറ്റ് ആണ്. ഇതൊക്കെ നമ്മളുടെ അസറ്റ് ആണ്. അപ്പൊ ഞാനിപ്പം എന്താ പറയാ, ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ ബിൽഡിങ്ങിനും കാര്യങ്ങളൊക്കെ മാനുവൽ ആയിട്ടല്ല ചെയ്യുന്നത്, ഇലക്ട്രോണിക് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ കയ്യിലുള്ള ഒരു 30,000 രൂപ വരുന്ന ഒരു കമ്പ്യൂട്ടർ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ബിസിനസ്സിലേക്ക്, ഞാൻ ആ പഴയ പുതിയത് വാങ്ങാനുള്ള ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ട് എന്റെ കയ്യിലുള്ളത് ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ, ഇങ്ങനെ എന്റെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം, ആ കടയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഒരു അസറ്റ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ അസറ്റ് എന്ന് പറഞ്ഞാല്. അസറ്റ് മീൻസ് ആസ്തി. അസറ്റിന് എക്സാമ്പിൾ ചോദിച്ചാൽ മറന്നു പോകരുത്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറഞ്ഞത്, ഫർണിച്ചർ ഉണ്ട്, AC ഉണ്ടെങ്കിൽ AC ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ അസറ്റ് ആണ്. അപ്പം അസറ്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോൾ നമുക്ക് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ആസ്തി മാത്രമാണ് ഉണ്ടാവുക അല്ല അല്ലെ. അവിടെ എന്തുണ്ടാകും, ബിസിനസിനെ സംബന്ധിച്ച് അവിടെ ബാധ്യതയുണ്ടാകും. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മലയാളം മീനിങ് മറന്നു പോയത് ബാധ്യത. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കയ്യിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, എന്റെ ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ കയ്യിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള 10 ലക്ഷം രൂപ ഞാൻ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? 5 ലക്ഷം രൂപ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും തന്നു. ബാക്കി 5 ലക്ഷം രൂപ എന്ത് ചെയ്യാണ് ചെയ്തത്? ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പം ബാക്കി ഈ 10 lakh rupees എന്ന് പറയുന്നത് 5 lakh എന്റെ തന്നെയാണ്, ഓണറുടെ ക്യാഷ് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള 10 lakh rupees എന്ന് പറഞ്ഞാല് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. ഫ്രണ്ട്സും റിലേറ്റീവ്സും ബാങ്കൊക്കെ എനിക്ക് അങ്ങ് വെറുതെ തന്നാണോ ക്യാഷ്? അല്ല അല്ലെ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെർട്ടൈൻ പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ബാങ്ക് ലോണൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വർഷം എടുത്തിട്ടാണ് തിരിച്ചടയ്ക്കുന്നത്. മാസം നമ്മൾ എന്ത് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലെ. അപ്പൊ ഒരു സെർട്ടൈൻ പീരീഡിൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ 10 lakh rupees റീപേ ചെയ്യണം അല്ലെ, തിരിച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബാധ്യതയാണ്. അത് കൊടുക്കുന്നത് വരെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബാധ്യതയാണ്. മനസ്സിലായോ? അപ്പം അതിൽ ലയബിലിറ്റിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിൽസ് പേയബിള്, പിന്നെ ക്രെഡിറ്റേഴ്സ്, അതേപോലെ തന്നെ ബാങ്ക് ലോണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്ത് തുടങ്ങുന്നേരം പഠിക്കാം. അപ്പൊ ഈ ടേം മനസ്സിലാക്കി വെക്കുക, അസറ്റ് അതേപോലെ തന്നെ ലയബിലിറ്റി. നെക്സ്റ്റ് അടുത്തതാണ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെപ്റ്റേഴ്സ്. ഇത് ഞാൻ നിങ്ങൾക്ക് അസറ്റും ലയബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടും കൂടെ പറഞ്ഞുതരാം. എന്താണ് ഡെറ്റേഴ്സ്, എന്താണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ജസ്റ്റ് വേഗം മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ടെക്സ്റ്റൈൽസ് അല്ലെ. അപ്പൊ എന്റെ ടെക്സ്റ്റൈൽസിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേരം തന്നെ എനിക്ക് എന്ത് കൊണ്ടുവരണം, ടെക്സ്റ്റൈൽസിലേക്ക് ആവശ്യമായിട്ടുള്ള സെയിൽസ് നടക്കാൻ അല്ലെ, സാധനങ്ങൾ വിൽക്കണമെങ്കിൽ അവിടെ എന്ത് ഞാൻ കൊണ്ടുവരണം, മെറ്റീരിയൽസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഷർട്ട് ആയിക്കോട്ടെ, പാന്റ് ആയിക്കോട്ടെ, ഇനി പിന്നെ ലേഡീസിന്റെ ചുരിദാർ ആയിക്കോട്ടെ, നൈറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യണം, ഞാൻ വേറെ അടുത്തേക്ക് പോയിട്ട്, എനിക്ക് അവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, വേറൊരു ഡീലറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ സപ്ലയറിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് എന്ത് ചെയ്യാണ്, സെയിൽസ് നടത്തുക ചെയ്യുന്നത്. അല്ലാണ്ട് നേരത്തെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, തുണി പ്രൊഡക്റ്റ് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുക ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തുണിയുടെ റേറ്റ് ഒക്കെ വെച്ചിട്ട് അധികവും തിരുപ്പൂര്, കോയമ്പത്തൂര് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽ എടുക്കുക. ഗുജറാത്ത്, സൂറത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പൊ കുറേയൊക്കെ ഞാനിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് എടുത്തു. ബാക്കി ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കുക ചെയ്യുന്നത്.
അപ്പൊ ഇങ്ങനെ ഞാൻ ഫസ്റ്റ്ലി എടുക്കുന്നേരം എന്റെ കയ്യിൽ കംപ്ലീറ്റ് എമൗണ്ട് ഉണ്ടാവണമെന്നില്ല. സപ്ലയറിന് കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ കംപ്ലീറ്റ് എമൗണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ പുറത്തുള്ള അടുത്ത് നിന്നൊക്കെ എടുത്ത് ഞാൻ കറക്റ്റ് എമൗണ്ട് കൊടുത്തിട്ട് അങ്ങ് എടുത്തു. ബാക്കി നമ്മളുടെ നാട്ടിലെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, കടത്തിലെടുക്കുക, ക്രെഡിറ്റിൽ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ എവിഡൻസ് ഒന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, കടത്തിൽ സാധനം കിട്ടും. ഇനി അഥവാ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല എങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു എന്തെങ്കിലും എവിഡൻസും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അതിന് ബില്ലും കാര്യങ്ങളൊക്കെ തന്നിട്ട് അത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക, നമുക്ക് എന്ത് കിട്ടും, കടത്തിൽ സാധനം കിട്ടും. അപ്പൊ ഞാൻ എന്താ പറയാ, 1-2 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വരുന്നേരോ ബാക്കി എമൗണ്ട് തരാമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിന് എടുക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ഓർത്തിരുന്ന സപ്ലയർ കേട്ടോ, ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ, സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ. അപ്പം ഈ സപ്ലയർ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ലയബിലിറ്റി ആണ് അല്ലെ. ക്രെഡിറ്റിനാണ് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ലയബിലിറ്റി ആണ്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സപ്ലയർ എന്ന് പറഞ്ഞാൽ കടത്തിനാണ് വാങ്ങിച്ചതെങ്കിൽ ഈ സപ്ലയർ ആരാണ്, ക്രെഡിറ്റർ ആണ്. എന്താണ്, ക്രെഡിറ്റർ. അപ്പൊ ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ക്യാഷ് കൊടുക്കാവുന്ന ആളിനെയാണ്, കൊടുക്കാനുള്ള ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഈ സപ്ലയറിന് ക്യാഷ് കൊടുക്കുന്നത് വരെ നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കും ആര്, ക്രെഡിറ്റർ. അപ്പൊ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലയബിലിറ്റി ആണ്, ബാധ്യതയാണ് അല്ലെ. അപ്പൊ ആരായിരിക്കും ഡെപ്റ്റർ എന്ന് പറഞ്ഞാല്, ക്രെഡിറ്റർ ലയബിലിറ്റി ആണെങ്കിൽ ഡെപ്റ്റർ നമ്മളുടെ അസറ്റ് ആണ്. എങ്ങനെയായിരിക്കും ഡെപ്റ്റർ അസറ്റ് ആവുക? ഓക്കെ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്റെ നാട്ടിലുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, അവിടെ ഒരു കുട്ടിയുടെ കല്യാണമുണ്ട്. അപ്പം ആ കുട്ടിയുടെ കല്യാണത്തിന് ക്യാഷ് അത്യാവശ്യം ഒരു എന്താ പറയാ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം കറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത പരിചയക്കാരാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എമൗണ്ട് തരാൻ അവരുടെ കയ്യിലില്ല. അപ്പൊ അവരെന്നോട് പറയാണ്, എന്താ നിങ്ങള് ഈ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് തരണം, മൊത്തം ഡ്രസ് മെറ്റീരിയൽസ് തരണം. അപ്പൊ അതിന്റെ ക്യാഷ് ഞാൻ കല്യാണം കഴിഞ്ഞ് 1 മാസം കല്യാണം കഴിഞ്ഞ് ക്യാഷ് കിട്ടുന്നേരം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നോളാം. അപ്പൊ അവിടെ എന്താ പറയുക, എവിഡൻസിന്റെയും കാര്യത്തിന്റെയും ബില്ലിന്റെ കാര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ പരിചയത്തിന്റെ പുറത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, നമ്മളുടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണ്, ഡെറ്റർ ആണ് അല്ലെ. നമുക്ക് 1 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫണ്ട് അല്ലെ ആ ക്യാഷ് നമുക്ക് കിട്ടും. അവരെടുത്ത സാധനത്തിന്റെ പൈസ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മളുടെ കൈ കിട്ടും. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളുടെ അസറ്റ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളത് സപ്ലയറിന്. അപ്പൊ സപ്ലയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്, ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, ലയബിലിറ്റി ആണ്. ഡെറ്റർ, ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളത് ക്രെഡിറ്റർ ആണെങ്കിൽ ബിസിനസിന് ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെറ്റർ എന്ന് പറയുന്നത്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് ക്യാഷ് കിട്ടും. അതുകൊണ്ട് ഡെറ്ററിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്രെഡിറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ഡേറ്റിൽ റീപേ ചെയ്തിരിക്കണം, മസ്റ്റ് ആയിട്ടും റീപേ ചെയ്തിരിക്കണം. അതുകൊണ്ട് ക്രെഡിറ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ടേമും കൂടെ മനസ്സിലായല്ലോ. അസറ്റ് സൈഡിൽ ഡെപ്റ്റർ, ലയബിലിറ്റി സൈഡിൽ അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ് ക്രെഡിറ്റർ. അപ്പൊ ഇത്രയും ചെറിയ കാര്യമാണ് ഇന്ന് ഞാൻ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു എക്സാമ്പിളിലൂടെ. അപ്പം ബാക്കി കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞു തരും. ആ കഥയിലൂടെ നമുക്ക് അടുത്ത ടേംസ് പഠിക്കാം. കഥ എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ +1, +2, ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, എപ്പോ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ക്യാപിറ്റൽ. ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അസറ്റ് മീൻസ് ആസ്തിയാണ്. ആസ്തിക്ക് എക്സാമ്പിൾ ആണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അതേപോലെ തന്നെ വേറെ എന്തൊക്കെയായിരുന്നു പഠിച്ചത്, ഫിക്സഡ് അസറ്റ് ഒക്കെ നമ്മൾ എന്താണ്, ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെ ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ട് പഠിച്ചത് എന്താണ്, ഡെറ്റേഴ്സ്. പിന്നെ ലയബിലിറ്റി, ലയബിലിറ്റി മീൻസ് ബാധ്യത. പിന്നെ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാല് ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആള്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസിന് ക്യാഷ് തരാനുള്ളത്, ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് ക്യാഷ് കിട്ടും, അത് നമ്മളുടെ അസറ്റ് ആണ്. അതുകൊണ്ട് ഡെറ്റേഴ്സിനെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാ പഠിച്ചത്, ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി. പിന്നെ റെന്റ് എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ലാൻഡ് വേണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേരം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു,
ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഈ അസറ്റ് തന്നെ നമുക്ക് ഫിക്സഡ് അസറ്റ്, കറന്റ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, അതേപോലെ തന്നെ ലയബിലിറ്റിയിലും കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് കുറെ കൂടെ ഇങ്ങനെ അസറ്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും. അപ്പം ഇതിന്റെ ബാക്കി ക്ലാസ്, ബാക്കിയുള്ള ടേംസ്, ഇനിയും കുറെ ബേസിക് ആയിട്ടുള്ള ടേംസ് പഠിച്ചു പോകണം. എന്നാലാണ് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടേംസ് മനസ്സിലാക്കിയാൽ. അപ്പം ഇനി ഇത്രയും കൊച്ചു കാര്യം, ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ടേംസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലതാണോ, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സജഷൻസ് വരുത്താനുണ്ടെങ്കിൽ, ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, താഴെ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.